വീട്ടമ്മമാർ ചിലപ്പോൾ എന്തെങ്കിലും അശ്രദ്ധ കാരണം അതിൻ്റെ മേളിൽ പിടിക്കും ജാറിൻ്റെ ലിഡിൽ പിടിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ലൂസായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് വരുമ്പോൾ അത് തെറിച്ച് പോകും, പെട്ടെന്ന് കൈ പെട്ടെന്ന് താഴോട്ട് പോകുമ്പോൾ അത് ചെറുതായിട്ട് മുറിഞ്ഞു പോകും. കൈ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റാത്തത് അതിൽ ഫോക്കസ് ചെയ്ത് അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് അതാണ് നമ്മൾ മെയിൻ ഗോളായിട്ട് വെക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണം ആദ്യം. ഹാൻഡ് റീഹാബിലിറ്റേഷനിൽ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ പ്രോട്ടോക്കോളും മെത്തേഡ്സ് ഉണ്ട്. അത് പെയിൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതൊരു ആർത്രൈറ്റിസിന്റെ തുടക്കമാവാമെന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? വാട്ട് ക്യാൻ ബി ദി സൈൻ? അപ്പോൾ ആൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിവൈസ് കൊടുക്കും. ആൾക്ക് എഴുതണമെങ്കിൽ ഈവൻ എഴുതാനുള്ള ഡിവൈസ് നമ്മൾ കൊടുക്കും. ഈവൻ ദോ ഫിംഗേഴ്സ് ഇല്ലേ പോലും ഈ ഫോറം വെച്ച് എഴുതാൻ പറ്റും നമുക്ക്. ജനിക്കുമ്പം തന്നെ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ, വിരലിന് വരുന്ന പ്രശ്നങ്ങൾ, ചിലരുടെ വിരലിങ്ങനെ മടങ്ങിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ മടങ്ങിയിരിക്കുമ്പോഴത്തേനും നമുക്ക് അവർക്ക് കുട്ടികൾക്ക് ആ കൈ ഉപയോഗിക്കാൻ, കളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുക്കാനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനും നമ്മൾ അത് തെറപ്പിയും നമ്മൾ ചെയ്യും. അതിന് കൂടെ തന്നെ ചിലത് ഭയങ്കര കട്ടിയായിരിക്കും, അതായത് ഭയങ്കര മുറുക്കമായിരിക്കും മസിലിനുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ അതിനും നമ്മൾ സ്പ്ലിൻറ്റ് യൂസ് ചെയ്ത് അതിനെ പതിയെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവന്ന് തുറക്കാനായിട്ടുള്ള പാകത്തിന് ആക്കിയെടുക്കാൻ പറ്റും. ആൾ ആ പടക്കം എടുക്കാൻ പോയപ്പോൾ ഇച്ചിരി വലിയ ഇതായിരുന്നു, ആൾ അത് കയ്യിലിരുന്ന് പൊട്ടിപ്പോയി. ആൾക്കാകെ എനിക്ക് തോന്നുന്നു ഒരു ഫിംഗർ, 2 ഫിംഗറേ കയ്യിലുള്ളൂ, ബാക്കി എല്ലാ ഫിംഗറും പോയി. നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു പരിപാടിയാണ് നമ്മുടെ ഈ നക്കിൾസ് ഒടിക്കുന്നത്, ഞൊട്ടൊടിക്കുന്നതെന്ന് പറയുന്നത്. അത് ചിലരെങ്കിലും ഒക്കെ പറയും അതൊക്കെ ചെയ്യുന്നത് കൊള്ളില്ല. ചിലർ എപ്പോഴും എന്ന് പറയണ പോലെ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻ വരുമ്പോൾ ചെയ്യും, അല്ലാണ്ട് ചിലർ വെറുതെ ഫണ്ടിന് ചെയ്യും കയ്യിലും കാലിലും ഒക്കെ. അത് ഇസ് ഇറ്റ് ഓക്കെ ടു ഡു ഇറ്റ്? CP നിങ്ങൾ കുട്ടികളങ്ങനെ കണ്ടിട്ടുണ്ടോ അറിയില്ല, ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ആറ്റിറ്റ്യൂഡാണ്, ഇങ്ങനെ എൽബോ മടങ്ങിയിട്ടുണ്ടാവും, അതിൽ റിസ്റ്റ് കുറച്ച് താന്നിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് എടുക്കാൻ പറ്റുമോ? ഈ ഒരു പൊസിഷനിൽ ഗ്ലാസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ ന്യൂട്രലാക്കണം. എന്നിട്ട് അതിൽ വെച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കണം അവരെ. ചെയ്യുന്ന വീട്ടമ്മമാർ, കാരണം ഇവർ കണ്ടിന്യൂസ് ആയിട്ട് പാത്രം യൂസ് ചെയ്യുക, വെസൽസ് കഴുകുക, പാത്രത്തെ നമ്മൾ ഷേക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും ഈ റിസ്റ്റില്ലേ, ഈ ഒരു പാർട്ട്, ഇതിൽ കുറേ നെർവ്സും അതേപോലെ മസിലിൻ്റെ ടെൻഡനും. അപ്പം അന്ന് ഞാൻ ചോദിച്ചു, മോനി എന്താ കഴിക്കണമെന്ന് ചോദിച്ചു, ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ആ ഡിവൈസിൻ്റെ ഹെൽപ്പോടെ അന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ആൾ ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് ഒരു വീഡിയോ അയച്ച ഓർമ്മ ഇപ്പോഴും ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഹാൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ഹാൻഡ് തെറാപ്പി ക്ലിനിക്ക് ഇവിടെ എറണാകുളത്ത് ആലുവയിലാണ്. ഇത് കേൾക്കുമ്പോൾ ഓഫ് കോഴ്സ് തലയിലേക്ക് വരുന്ന ആദ്യത്തെ ചോദ്യം എന്താണെന്ന് ഞാൻ പറയട്ടെ, എന്താണ് ഈ ഹാൻഡ് റീഹാബിലിറ്റേഷൻ എന്നല്ലേ? ഓഫ് കോഴ്സ് അതിൻ്റെ ക്രിയേറ്റേഴ്സിനോട് തന്നെ ചോദിക്കാം. റീഹാബ് സോണിൻ്റെ ഫൗണ്ടേഴ്സ് ഡോക്ടർ ലൂയിസ് ആൻഡ് ഡോക്ടർ സുസ്മേരയാണ് നമ്മുടെ ഗസ്റ്റ്. വെൽക്കം ടു ആരോഗ്യം രണ്ടുപേർക്കും. താങ്ക് യു. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്നാണ് റീഹാബ് സോണിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എക്സാമ്പിൾസ് ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഹാൻഡ് റീഹാബിലിറ്റേഷൻ എന്നൊരു വാക്ക് തന്നെ കേൾക്കുന്നത്. ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, എന്താണ് ഹാൻഡ് റീഹാബിൽ? അതായിരുന്നു എൻ്റെ ആദ്യത്തെ ചോദ്യം. നമുക്ക് അത് ആദ്യം പറഞ്ഞു തുടങ്ങാം. നമ്മളിപ്പോൾ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേക്കും തൊട്ട് രാത്രി ഉറങ്ങുന്ന വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൈ വെച്ച് ചെയ്യുന്നുണ്ട്. ഫോൺ പിടിക്കുന്നു, രാവിലെ എഴുന്നേക്കും പല്ല് തേക്കുന്നു, പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് സ്കിൽഫുള്ളായിട്ടുള്ള ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. ലൈക്ക് റൈറ്റിങ്, പിന്നെ ഡ്രോയിങ്, അങ്ങനെ കുറേ ഫൈനായിട്ടുള്ള ആക്ടിവിറ്റീസ്. അപ്പം നാളെ ഇതൊരു ഇഞ്ചുറി കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ കാരണമോ ഈ ആക്ടിവിറ്റീസ് ഈ ആൾക്ക് ചെയ്യാൻ പറ്റാതെ വന്നാൽ അതിൽ ഹാൻഡ് റീഹാബിലിറ്റേഷനാണ് അതിനുള്ള ആൻസർ ആണ് ഹാൻഡ് റീഹാബിലിറ്റേഷൻ, അല്ലേ? അതായത് നമ്മുടെ ഹാൻഡ്സ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യം, ഫ്രം ചെറുത് ടു ദി ഏറ്റവും വലുത്, എന്ത് ചെയ്യാൻ പറ്റാതെ വന്നാലും യു ഗൈസ് ക്യാൻ ഹെൽപ്പ്. അതൊരു പേഷ്യന്റ് ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കും പറയുക. എനിക്ക് ചിലപ്പോൾ ചെറിയ കാര്യം, ചിലപ്പോൾ ഒരു ഗ്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ട് വരും, ആളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ തലയിൽ കോംബ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും, അത് ആളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആൾക്ക് എന്താണോ ആ ഹാൻഡ് ഇഞ്ചുറി കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമോ ആ ആക്ടിവിറ്റീസിൽ ബുദ്ധിമുട്ട്, ഏത് ആക്ടിവിറ്റീസിലാണോ ബുദ്ധിമുട്ട്, അത് നമ്മൾ റീഹാബിലിറ്റേഷൻ ചെയ്ത് നമ്മൾ ബാക്ക് ടു അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഹാൻഡ് റീഹാബിലിറ്റേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഹാൻഡ് തെറപ്പി, അതിൽ ആക്ടിവിറ്റീസ് നമ്മൾ യൂസ് ചെയ്ത് അതിൽ ട്രെയിൻ ചെയ്യും ആ ഫങ്ഷനിലേക്ക് എത്തിക്കാനായിട്ട്. പിന്നെ നമ്മൾ സ്പ്ലിൻസ് കുറേ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ.
അപ്പോൾ അങ്ങനെ കുറച്ച് മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഹാൻഡ് പരിപാടി ചെയ്യുന്നത്. ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയാം, ഓൺ ഡേ ടു ഡേ ലൈഫ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ് നമ്മുടെ കൈകൾ. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഈ ഹാൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഇത്ര കോമൺ അല്ലാത്തത്? ഒന്നാമത്തെ കാര്യം, ഇത് അവയർനെസ് തീരെയില്ല ഹാൻഡ് റീഹാബിലിറ്റേഷനിൽ. ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് നമുക്ക് ഇന്ന് കേരളത്തിൽ അധികം പേരില്ല. അതായത് ഇതിന്റെ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സ് കുറവാണെന്നാണ്. കുറവാണ്. അപ്പം ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നതിന് അതിനൊരു ഉത്തരമാണ്. കാരണം ഈ പേഷ്യൻസ് അവർ തന്നെ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്, ഇത് ഞാൻ അറിയാണ്ട് പോയല്ലോ, ഇതെന്താ ഡോക്ടർ എവിടെയും ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും ആരോടത്തും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഒരു രീതിയിൽ അറിയുന്നില്ല ഈ ഹാൻഡ് റീഹാബിലിറ്റേഷൻ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഐ തോട്ട് ഇതൊരു മീഡിയം ആയിക്കോട്ടെ, ആൾക്കാരിലേക്ക് ഇത് എത്തട്ടെ, കൂടുതൽ ആളുകളിലേക്ക്. അപ്പം ഇപ്പം ഹാൻഡ് ഡോക്ടർ തന്നെ പറഞ്ഞു, നമുക്ക് ഹാൻഡ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഹാൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് വരാമെന്ന്. അപ്പോൾ റീസൺസ് ആയിട്ട്, അതായത് ഏറ്റവും കൂടുതൽ ഡോക്ടർ ഹാൻഡിൽ ചെയ്യുന്ന റീസൺസ്, ആളുകൾ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരിക? പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹാൻഡ് റീഹാബിലിറ്റേഷൻ, ഓർത്തോപെഡിക്കിൽ ഹാൻഡ് റീഹാബിലിറ്റേഷൻ വരുന്നുണ്ട്, ഫ്രാക്ചേഴ്സ്, അതേപോലെ ടെൻഡൻ കട്ട് ഇഞ്ചുറി, ക്രഷ് ഇഞ്ചുറി, അങ്ങനെ കുറേ ഇഞ്ചുറീസ്. മുറിവുകൾ, ആക്സിഡന്റുകളൊക്കെ വന്നിട്ട് കൈക്ക് ഓരോ പ്രശ്നങ്ങൾ, മൂവ്മെന്റിന് പ്രശ്നം വരുന്ന ആൾക്കാർ, അത് മൂവ്മെന്റിന്റെ പ്രശ്നം വന്നു, പിന്നെ അത് ഫങ്ഷണലായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മൾ പിന്നെ വേറെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് വരികയാണെങ്കിൽ സ്ട്രോക്കിൽ ഹാൻഡ് കുറച്ച് ഡിഫിക്കൽട്ടായി. ഈ സ്ട്രോക്കിൽ ഹാൻഡിനെ ഡീൽ ചെയ്യേണ്ട രീതി, സ്ട്രോക്ക് വന്നിട്ട് കൈ പാരലൈസ്ഡ് ആയി പോയിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് അഗൈൻ നമ്മൾ ആ ഒരു ഫംഗ്ഷനിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ യുണീക്നെസ്സും. കൈ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റാത്തത് അതിൽ ഫോക്കസ് ചെയ്ത്, അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത്, അതാണ് നമ്മൾ മെയിൻ ഗോളായിട്ട് വെക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണം ആദ്യം, സോ അതിലായിരിക്കും നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുക. അത് ഒന്നുകിൽ അവർക്ക് അവരുടെ കൈ നമ്മൾ ബലം കൊണ്ടുവന്ന് അങ്ങനെയാണെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് കഴിക്കാനായിട്ടുള്ള രീതിയിൽ നമുക്കൊരു ഡിവൈസ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്കത് ആ ഫംഗ്ഷനിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാം. പോലത്തെ പ്രശ്നം, ന്യൂറോളജിക്കൽ പ്രശ്നം വന്ന് ഹാൻഡ്സ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയി പോവാണല്ലോ, അത് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണോ? കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ എങ്ങനത്തെ ഇഞ്ചുറി ആണ് വന്നിരിക്കുന്നത്. ബിക്കോസ് സ്ട്രോക്കും പല ടൈപ്പ് ഉണ്ട്, എത്രത്തോളം അതിനെ അവർ ബ്രെയിനിൽ അത് അഫക്റ്റ് ആയിട്ടുണ്ട്. സോ അതൊരു വലിയ ഫാക്ടറാണ്. അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്, ഏജ് ഒരു ഫാക്ടറാണ്, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. സോ അത് കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് മാക്സിമം നമ്മൾ പറ്റാവുന്ന രീതി, നമ്മൾ പറ്റാവുന്നത് പോലെ നമ്മൾ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യും. അതേസമയം അവർക്ക് പറ്റാത്ത അവസ്ഥയിൽ ആ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മളൊരു ഡിവൈസ് യൂസ് ചെയ്തിട്ടാണെങ്കിലും അവരെ മാക്സിമം സ്വയം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ. ഡിവൈസ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ അഡാപ്റ്റീവ് ഡിവൈസ് എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ നമ്മളത് ശരിയാക്കിയിട്ട് കഴിക്കാം എന്നുള്ളത് വരെ വെയിറ്റ് ചെയ്യാതെ ഇപ്പോൾ അവർക്ക് എന്ത് പറ്റുമോ, അവരുടെ കപ്പാസിറ്റിയിൽ ഇപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് അവരുടെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, അത് വെച്ചിട്ട് നമ്മളൊരു ഡിവൈസ് കൊടുത്തിട്ട് ആ ഡിവൈസ് കൊണ്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കസ്റ്റമൈസ്ഡ് ആയിരിക്കും. ആ ഡിവൈസ് ആ പേഷ്യന്റിനെ അത് വർക്കൗട്ട് ആവുള്ളൂ, അത് വേറെ പേഷ്യന്റിനെ സ്യൂട്ട് ആവില്ല. അത് ഈ സ്പ്ലിന്റ് നമ്മൾ കസ്റ്റമൈസ് സ്പ്ലിന്റ് എന്ന് പറയുന്നത് അല്ല, ഇത് സ്പ്ലിന്റ് ആൻഡ് അഡാപ്റ്റീവ് ഡിവൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ആ പേഷ്യന്റിന് എന്താണോ വേണ്ടത്, ഇപ്പോൾ കഴിക്കണം, ചിലപ്പോൾ ഒരു 10 പേർക്ക് കഴിക്കണം, പക്ഷെ 10 പേർക്കുള്ള ഡിവൈസ് ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് അത് ട്യൂൺ ചെയ്ത അഡാപ്റ്റീവ് ഡിവൈസ് ചെയ്തെടുക്കണം. ഇത് ഡിവൈസും കൊണ്ട് ലൈഫ് ലോങ് കഴിക്കണം അങ്ങനെയുമല്ല, നമ്മൾ ഇപ്പോൾ തൽക്കാലം ഡിവൈസിലുള്ള കുറച്ച് കൊണ്ടുവരാം. ആൾക്കാരെ സംബന്ധിച്ച് സെൽഫായിട്ട് കഴിക്കാൻ പറ്റുന്ന അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വേറെ കിട്ടും. അതെ. ഓക്കെ. അപ്പോൾ ഈ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായി. ന്യൂറോളജിക്കൽ പ്രശ്നത്തിന് നമുക്ക് ആക്ച്വലി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ, അതായത് അവരുടെ യൂഷ്വൽ ഈ സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹാൻഡ് തെറാപ്പിയും എടുക്കാം അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ. അല്ലാണ്ട് ഇപ്പോൾ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ആ ഇഞ്ചുറി ആദ്യം പ്രോപ്പർ ആക്കിയിട്ട് പിന്നെ ഹാൻഡ് തെറാപ്പി ഫങ്ഷണൽ ആക്കുക, അങ്ങനെയല്ലേ ചെയ്യുക? സപ്പോസ് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി ഇഞ്ചുറി വന്ന ഒരാളാണെങ്കിൽ ആദ്യം ആ ഇഞ്ചുറിയുടെ ആ മുറിവ് ഉണങ്ങിയിട്ടല്ലേ പിന്നെ നമ്മൾ ഹാൻഡ് തെറാപ്പി. ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ചില കേസുകൾ സർജറി റിക്വയർഡ് ആണ്, ചില കേസുകളിൽ സർജറി വേണ്ട, ജസ്റ്റ് പ്ലാസ്റ്ററിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇത് പ്യൂർലി ഞാൻ പറയുന്ന ഓർത്തോപെഡിക് കേസുകളാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതൽ സ്റ്റിഫ്നെസ് വരാൻ ചാൻസ് ഉള്ള ജോയിൻസ് ആണ് ഫിംഗറിലെ എല്ലാ ജോയിൻസും.
അതെ. ഓക്കെ. അപ്പോൾ അത് ഒരു ഇഞ്ചുറി കഴിഞ്ഞാൽ ചിലപ്പോൾ സർജറി വേണ്ടി വരാം, ചിലപ്പോൾ പ്ലാസ്റ്റർ നമുക്ക് ഇമൊബിലൈസ് ചെയ്തത് അത് ഹീലാവും ഫ്രാക്ചർ ആണെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ജോയിൻറ്റ്സ് ചിലപ്പോൾ സ്റ്റിഫായി പോകും. ഓക്കെ. അപ്പം അങ്ങനെ കുറച്ച് അതിൻ്റെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റിഫ്നെസ്, അത് ചിലപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകും. അപ്പോൾ ഇത് കാരണം അവരുടെ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ ആ ഒരു ഇമൊബിലൈസേഷൻ പീരീഡ് ഉണ്ടാവും. ചിലപ്പോൾ 4 ആഴ്ച ആയിരിക്കാം, ചിലപ്പോൾ 3 വീക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 6 വീക്സ് വരെ പോവാം. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഹാൻഡ് റീഹാബിലിറ്റേഷൻ, ഏർലി റീഹാബിലിറ്റേഷൻ തുടങ്ങുകയാണെങ്കിൽ അത്രയും നല്ലത് ഓർത്തോപെഡിക് കേസുകളിൽ. അല്ലെങ്കിൽ പിന്നീട് കോംപ്ലിക്കേഷൻസ് വരും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ്, നിങ്ങൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഓർത്തോപെഡിക് ഇഞ്ചുറി എസ്പെഷ്യലി ഹാൻഡിൽ വരുമ്പോൾ നിങ്ങൾ സർജറി കഴിഞ്ഞു അവിടെ തീർന്നു എന്ന് വിചാരിക്കരുത്. യു ഷുഡ് ചെക്ക് എല്ലാ ജോയിൻസും മടങ്ങുന്നുണ്ട്, എനിക്ക് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന പോലെ നിങ്ങളുടെ ഹാൻഡ്സ് ചെയ്യാൻ പറ്റുന്ന ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ ഒത്തിരി സ്റ്റിഫ്നെസ് ഉണ്ടോ മേക്ക് ഷുവർ ചെയ്യണം. വലിയ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ചെറിയ ജോയിൻസ് ആണ് പെട്ടെന്ന് സ്റ്റിഫായി പിന്നെ മടങ്ങാൻ പറ്റുന്നില്ല, നിവരാൻ പറ്റുന്നില്ലാത്തുള്ളൊരു കണ്ടീഷനിലേക്ക് പോകുന്നത്. ഇഞ്ചുറീസ് ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നാളേക്ക് ഭാഗം അനങ്ങാണ്ടിരുന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു സ്റ്റിഫ്നെസ് വരുമല്ലോ, ഒരു കൈ മുറുക്കം. നമുക്ക് കൈകൾ പ്രോപ്പറായിട്ട് നേരത്തെ ചെയ്തിരുന്ന പോലെ മടങ്ങാണ്ട് വരുന്ന പ്രശ്നങ്ങൾ, അത് യൂഷ്വലി ട്രീറ്റ്മെന്റ് ഭയങ്കര പെയിൻഫുൾ ആണ് എന്നും കേട്ടിട്ടുണ്ട് അത് ചെയ്യുന്നത്. അതെ, അത് യൂഷ്വലി മറ്റുള്ള ജോയിൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ആ കാലിൽ ഈ ഫിംഗർ ജോയിൻറ്റ്സ് സ്റ്റിഫ്നെസ് വന്നാൽ അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി മടക്കി കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളാണ്. അത് ലിറ്ററലി നമുക്ക് ഇരുന്നോടത്തുനിന്ന് എഴുന്നേറ്റ് പോകുന്ന പെയിനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കാരണം പല സ്ഥലങ്ങളിൽ അത് അങ്ങനെ നമുക്ക് നമ്മുടെ ഹാൻഡ് റീഹാബിലിറ്റേഷനിൽ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ പ്രോട്ടോക്കോളും മെത്തേഡ്സ് ഉണ്ട്. അതിന് അത് പെയിൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ആണോ? കാരണം അവിടെയാണ് ഈ ഹാൻഡ് റീഹാബിലിറ്റേഷൻ തെറപ്പിയുടെ ഒപ്പം തന്നെ സ്പ്ലിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ലോ ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതൊരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജാണ്. എന്ന് വെച്ചാൽ ആ പേഷ്യൻറ്റിൻ്റെ വേദന അനുസരിച്ച് പയ്യെ നമ്മൾക്ക് മടക്കി കൊണ്ടുവരാം, അതേപോലെ നിവർത്തി കൊണ്ടുവരാം. മടങ്ങുന്നതാണോ പ്രോബ്ലം? പക്ഷേ യൂഷ്വലി ഇപ്പോൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ആക്കി അങ്ങനെ. പക്ഷേ അത് ഈ സ്റ്റിഫ്നെസ്സിൽ ഒരിക്കലും വന്നാൽ, ഒരു ഇഞ്ചുറി കാരണം അതിനുശേഷം വന്ന ഇമൊബിലൈസ് ചെയ്യുമ്പോൾ ഫിംഗേഴ്സ് ഭയങ്കര കോമൺ ആണ്, അത് സ്റ്റിഫ്നെസ് വരിക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മാറൂല. അത് നമ്മളിപ്പോൾ തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി, അവർ അന്നേരം ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും, വീട്ടിൽ ചെല്ലുമ്പോൾ പോവും. ഇങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ എൻ്റെ അടുത്ത് വരുന്ന മിക്ക പേഷ്യൻസും അത് പറയാറുണ്ട്. നമ്മൾ അന്നേരം ചെയ്യും, വീട്ടിൽ പോകുമ്പോൾ പോവും. അപ്പോൾ ഈ ഒരു സ്റ്റിഫ്നെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു സ്ട്രെച്ച് കൊടുക്കണം. അതിനാണ് ഈ സ്പ്ലിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഒറ്റയടിക്കല്ല സ്ട്രെച്ച് കൊടുക്കുന്നത്, അതിനെ ഒരു ഗ്രേഡ് സ്റ്റെപ്പായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് സ്പ്ലിൻറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്പ്ലിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പയ്യെ അങ്ങനെ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ മടക്കി കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെയിൻ ഉണ്ടാവില്ല. ശരിക്കും ഒരുപാട് പെയിനിൽ ചെയ്യണം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഏജ് ഓൾഡ് കോൺസെപ്റ്റാണ്. ശരിക്കും അങ്ങനെയല്ല, അവരുടെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പെയിൻ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഫോഴ്സ്ഫുള്ളി ഒരുപാട് പെയിൻ എടുപ്പിച്ച് ചെയ്താലാണത് ശരിയാവുക എന്നുള്ളത് ശരിക്കും ഒരു ശരിയായ കോൺസെപ്റ്റാണ്. ഓവർ ഫോഴ്സ് കൊടുത്ത് ചെയ്യുന്നത് അതൊരു വേറൊരു കോംപ്ലിക്കേഷനിലേക്ക് പോവുള്ളൂ അത്. അപ്പോൾ ആളുടെ ടോളറൻസ് അനുസരിച്ച് മാത്രം പോവുകയാണെങ്കിൽ നമുക്ക് വേദന ഇല്ലാണ്ട് ആ സ്റ്റിഫ്നെസ് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. കുറേയും കൂടി ഈ വേദന ആലോചിച്ചിട്ടാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്ന ആൾക്കാർ ഈ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ഇത് തന്നെ എന്ന് വിചാരിച്ച് ഇരിക്കുന്നവരുണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാതെ. വേദന ചെയ്യോ ഇനി റീഹാബിന് പോയി ഇനി ആ വേദന തിന്നാൻ വയ്യാന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അവർ വന്ന് ഹാൻഡ് റീഹാബിൽ വരുമ്പോൾ അവർ ഇത് ഇത്ര ഉള്ളൂ അല്ലേ, സിമ്പിൾ ആണല്ലേ എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത്, ഓക്കെ നമുക്ക് അങ്ങനെ അത്രയും മുറുക്കത്തിൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കതിന് സ്റ്റെപ്പായിട്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും. കാരണം സ്പ്ലിൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അത് നമ്മളിപ്പോൾ റീഹാബിൽ ഒന്നും നമ്മൾ തെറപ്പിസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് ചെയ്യുന്നത്, അത് എത്ര നേരം ഒരു ദിവസത്തിൽ ഒരു പേഷ്യൻറ്റ് മാക്സിമം പോയ 4 to 5 days വരും. അതിൽ ആകെ ഒരു 1 hour വരെ മാക്സിമം ചെയ്യുന്നുള്ളൂ. ബാക്കി വീട്ടിൽ പോയാൽ 24-ൽ 1 hour മാത്രമേ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു വീക്ക് നോക്കുകയാണെങ്കിൽ 5 മണിക്കൂർ. ഒരു സ്പ്ലിൻറ്റ് ഉണ്ടെങ്കിൽ ആ 5 മണിക്കൂർ ഒരു ദിവസം കൊണ്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അത്ര ഇമ്പാക്റ്റ് വിത്തൗട്ട് പെയിൻ കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് അത് ഒത്തിരി സ്പ്ലിൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റിഫ്നെസ് കേസ് നമ്മളതിനെ പറയുന്ന കോൺട്രാക്ചർ കേസുകൾ എന്ന് പറയും. അപ്പോൾ സ്റ്റിഫ്നെസ് കേസുകളിൽ നമുക്ക് ഇങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ സ്പ്ലിൻസ്.
ഓക്കെ. ഇപ്പോൾ ഈ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ അത് നമുക്ക് ഏറെക്കുറെ നമുക്കറിയാം. പ്ലസ് ഓർത്തോപീഡിക് പ്രശ്നങ്ങൾ ത്രൂ ആക്സിഡൻസ്, ഇപ്പം നമ്മൾ റോഡ് ആക്സിഡൻസ് പോലെ അല്ലാണ്ട് ഇഞ്ചുറീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതല്ലാണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതർ ദാൻ ദാറ്റ്? പിന്നെ ഒരു 2 മേഖല നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് ആർത്രൈറ്റിസ് കേസുകളാണ്. പിന്നെ പീഡിയാട്രിക്. അപ്പോൾ ആർത്രൈറ്റിസിൽ വരുമ്പോൾ അതിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ കേസുകളുണ്ട്. അതിന് ആമവാദം എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അപ്പോൾ ഇതേപോലത്തുള്ള ആർത്രൈറ്റിസ് കേസുകളിൽ നമ്മൾ ഏർലി ഇൻ്റർവെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി, കാരണം എസ്പെഷ്യലി ഈ ജോയിൻസിനെ ഈ അസുഖം അറ്റാക്ക് ചെയ്യുന്നത് കൂടുതൽ ജോയിൻസിനെ അറ്റാക്ക് ചെയ്യും. അതിൽ വൺ ഓഫ് ദ ജോയിൻസ് ആണ് കയ്യിലെ ഹാൻഡിൻ്റെ ഫിംഗർ ജോയിൻസും ഒക്കെ, റിസ്റ്റ് അല്ലെങ്കിൽ ഫിംഗേഴ്സിൻ്റെ ഓരോ ജോയിൻറ്റുകൾ. അപ്പോൾ ഇത് അറ്റാക്ക് ചെയ്യുമ്പോൾ എസ്പെഷ്യലി നൈറ്റിൽ നമ്മൾ അനങ്ങാതിരിക്കുമ്പോൾ ഇത് സ്റ്റിഫ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏർലി നമുക്ക് ഇച്ചിരി കൂടി പ്രിവെൻഷൻ എന്നുള്ളൊരു മെത്തേഡിൽ നമുക്ക് നേരത്തെ സ്പ്ലിൻറ്റ് അതിൻ്റെ ആ വിരലിനനുസരിച്ചുള്ള സ്പ്ലിൻറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ ആ വിരലുകൾ ഇങ്ങനെ ഫ്യൂച്ചറിൽ അത് മടങ്ങി പോവാതിരിക്കാൻ ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഒന്നാമത്തെ കാര്യം ആർത്രൈറ്റിസ് ആൾക്കാരിലേക്ക് അത് അറിഞ്ഞു വരുന്നുള്ളൂ. അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമുക്ക് ആർത്രൈറ്റിസിൻ്റെ ഇറ്റ് ഈസ് വെരി കോമൺ. ആർത്രൈറ്റിസിൻ്റേതായിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ സ്പ്ലിൻറ്റ് അതൊക്കെ തെറപ്പിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ പ്രോപ്പറായിട്ട് അത് ഡയഗ്നോസ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ്. അത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്പ്ലിൻറ്റിങ് മാനേജ്മെൻറ്റ്, എസ്പെഷ്യലി ഞാൻ ഹാൻഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സ്പ്ലിൻസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ആർത്രൈറ്റിസ് കേസുകളിൽ. പിന്നെ ജോയിൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഒരുപാട് വെയിറ്റ് എടുക്കരുത്. വലിയ ജോയിൻറ്റ്, അതായത് എൽബോ, ഇപ്പോൾ ഒരു നമുക്ക് ജാർ എടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ, ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാർ ഫിംഗർ യൂസ് ചെയ്തിട്ട് അത് ഗ്രാസ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫിംഗറിൽ ഒത്തിരി ലോഡ് വരും. ഓൾറെഡി ആ ഫിംഗേഴ്സ് ഇച്ചിരി അഫക്റ്റഡ് ആണല്ലോ. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ എൽബോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പോൾ അതാകുമ്പോൾ അവർ കാരണം ഒരു പ്ലേസിൽ നിന്ന് ഒരു പ്ലേസ് വരുമ്പോൾ ഏകദേശം ഒരു 1 to 2 minutes എടുക്കാം. അത്രയും നേരം ആ ചെറിയ ജോയിൻറ്റ്സ് ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വലിയ ജോയിൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഇവിടേക്കുള്ള ഈ എല്ലിൻ്റെ ജോയിൻസിൻ്റെ പ്രശ്നമുണ്ടല്ലോ, ഈ ജോയിൻറ്റ് ഇതൊരു ആർത്രൈറ്റിസിൻ്റെ തുടക്കമാവാമെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? വാട്ട് ക്യാൻ ബി ദി സൈൻ? ആർത്രൈറ്റിസ് നമുക്ക് വിട്ടുമാറാത്ത ജോയിൻറ്റിലെ പെയിൻ. ഓക്കെ. പിന്നെ ജോയിൻറ്റിൽ കുറച്ച് സ്വെല്ലിംഗ് ആയിട്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നീര് വരും. എസ്പെഷ്യലി ഏർലി മോർണിംഗ് അതൊക്കെ ശ്രദ്ധിക്കണം. ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ്. പക്ഷേ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ന് വെച്ച് നിങ്ങൾ ഒരു പ്രോപ്പറായിട്ട് അതിന് റുമറ്റോളജിസ്റ്റുകളുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല ഫേമസ് ആയിട്ടുള്ള റുമറ്റോളജിസ്റ്റ്, അവരെ പോയി സീക്ക് ചെയ്യുക. പ്രോപ്പർ സെൽഫ് ഡയഗ്നോസ് ചെയ്യാണ്ട് അതിന് പ്രോപ്പറായിട്ട് ഈ ആർത്രൈറ്റിസ് കേസുകൾ റുമറ്റോളജിസ്റ്റിൽ പോയി ഡയഗ്നോസ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് അത് മെഡിസിൻസ് ഉണ്ട്, അത് അവരാണ് ചെയ്തു കൊടുക്കുന്നതും അവരാണ് പ്രോപ്പറായിട്ട് അത് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഹാൻഡിൻ്റെ അത് ഡയഗ്നോസ്ഡ് ആയി കഴിഞ്ഞാൽ തന്നെ ഫിംഗേഴ്സ് ബെൻഡ് ആവുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹാൻഡ് തെറപ്പിസ്റ്റിനെ കണ്ട് ഈ സ്പ്ലിൻറ്റിങ് ചെയ്യുന്ന, കാരണം സ്പ്ലിൻറ്റിങ് ഒരു വലിയൊരു പാർട്ടാണ് ഈ ഫിംഗർ ജോയിന്റ് പ്രിവെന്റ് ചെയ്യാൻ, സ്റ്റിഫ്നെസ് ആർത്രൈറ്റിസ് ഉള്ളവരുടെ ഫങ്ഷണൽ ആക്കാൻ അല്ലേ. ഈ സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത് ലൈഫ് ലോങ്, പിന്നെ അങ്ങോട്ട് അത് ചിലവർക്ക് ലൈഫ് ലോങ് ആയിരിക്കാം. അത് നമ്മൾ അത് ഒരു സ്പ്ലിന്റ് കൊടുത്താൽ അത് ഒരു അപ് ടു 1 year വരെ അതിന് ലൈഫ് ഉണ്ട്. 8 months to 1 year വരെ ലൈഫ് ഉണ്ട്. പിന്നീട് അത് നമുക്ക് ഒരു ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുത്ത് നോക്കും, ഇത് പിന്നെ ഓക്കെ ആണോ, അത് ഇനി കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. നമ്മൾ കേസ് അനുസരിച്ച് അത് സ്പ്ലിന്റ് അതൊരു പ്രോപ്പർ ഫോളോ അപ്പ് ഉണ്ടാവണം എന്നുള്ളൂ. അതുപോലെ പീഡിയാട്രിക് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞില്ലേ, കുട്ടികൾക്ക് എന്താണ് ജോയിൻസ്? കാരണം ഏറ്റവും നല്ല ജോയിൻസും ഏറ്റവും നല്ല ശരീരമുള്ള ആൾക്കാരല്ലേ അവർക്ക് എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവുക യൂഷ്വലി? പീഡിയാട്രിക്കിൽ നമുക്ക് മോട്ടോർ ഇഷ്യൂസ് വരുന്ന ഒരുപാട് ഇതുണ്ട്. സെർബൽ പാൾസി എന്ന് പറഞ്ഞൊരു വലിയൊരു ബുദ്ധിമുട്ട്, അത് ബ്രെയിനിൽ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ട് അത് മോട്ടോർ ഇഷ്യൂസ് വരും. അപ്പോൾ ഹാൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് കുറച്ച് സ്പാസ്റ്റിക് ആയിട്ട് വരുന്ന ഹാൻഡ് ഉണ്ട്, CP. അപ്പോൾ അത് ശരിക്കും എത്രയും നേരത്തെ ഹാൻഡ് തെറപ്പിസ്റ്റിനെ കാണുവാണെങ്കിൽ നമുക്ക് ഇനീഷ്യലി ഇതിൽ ഒത്തിരി സ്പ്ലിൻറ്റിന് റോളുണ്ട്. ഇനീഷ്യലി തന്നെ ആ മടങ്ങി പോകുന്ന ഒരു ടോൺ, ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്.
CP നിങ്ങൾ കുട്ടികളങ്ങനെ കണ്ടിട്ടുണ്ടോ അറിയില്ല, ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ആറ്റിറ്റ്യൂഡാണ്, ഇങ്ങനെ എൽബോ മടങ്ങിയിട്ടുണ്ടാവും, അതിൽ റിസ്റ്റ് കുറച്ച് താന്നിട്ടായിരിക്കും. അപ്പം ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് എടുക്കാൻ പറ്റുമോ? ഈ ഒരു പൊസിഷനിൽ ഗ്ലാസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ ന്യൂട്രലാക്കണം, എന്നിട്ട് അതിൽ വെച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കണം അവരെ. ഇത് ഒരു ഭാഗമാണ്, അതിൽ പല കാരണങ്ങൾ, ഷോൾഡർ തൊട്ട് ഫിംഗർ ടിപ്പ് വരെ പല ജോയിൻറ്റ്സ് പല രീതിയിലായിരിക്കും ഓരോരുത്തരുടെ ഇതാവുക. അപ്പോൾ ഏതൊക്കെയാണോ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ സ്പ്ലിൻ്റ് എത്ര ആംഗിളിൽ കൊടുക്കണമെന്നും വരെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ പ്രോപ്പർ സ്പ്ലിൻറ്റിങ് മെത്തേഡ് ഏർലി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നേരത്തെ ഹാൻഡ് കുറച്ചും കൂടി ഫങ്ഷണൽ ആക്കാം. ഓക്കെ, ഒരുപാട് കുട്ടികൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. അത് ഇനീഷ്യലി അവരെ കൊണ്ടുവരാണ്, ഈവൻ ലേറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ചെയ്തെടുക്കുക, കുറേയൊക്കെ കുറേയൊക്കെ റിക്കവർ ചെയ്ത് കൊടുക്കാൻ പറ്റും. സെറിബ്രൽ പാൾസി അല്ലാണ്ട് പിന്നെ വരുന്ന ഹെർബ്സ് പാൾസിയാണിത്. നമ്മൾ നോർമൽ ഡെലിവറിയിൽ വരുമ്പോൾ അത് ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കാരണം വരുന്നൊരു ഇതാണ്. അപ്പോൾ അതും ഇതേപോലെ ഷോൾഡർ പുള്ളായിട്ട് അവിടുത്തെ നെർവ്സിന് ഒരു ഡാമേജ് വരും, ഞരമ്പ് വലിയുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം വീണ്ടും ഇതേപോലത്തെ ഹാൻഡ് മടക്കാൻ പറ്റുന്നില്ല, കൈ പൊക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് അതിനും വരും. അത് വെരി കോമൺ അല്ല, പക്ഷെ ചില കേസുകളിൽ വരാറുണ്ട്. പിന്നെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ കൺജനൈറ്റലായിട്ട് വരുന്ന വേറെ ഫിംഗറിൻ്റെ അബ്നോർമാലിറ്റീസ്, ജനിക്കുമ്പം തന്നെ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ, വിരളിന് വരുന്ന പ്രശ്നങ്ങൾ. ചിലരുടെ വിരലിങ്ങനെ മടങ്ങിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ മടങ്ങിയിരിക്കുമ്പോഴത്തേനും കുട്ടികൾക്ക് ആ കൈ ഉപയോഗിക്കാൻ, കളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുക്കാനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനും അത് തെറപ്പിയും നമ്മൾ ചെയ്യും. അതിന് കൂടെ തന്നെ ചിലത് ഭയങ്കര കട്ടിയായിരിക്കും, അതായത് ഭയങ്കര മുറുക്കമായിരിക്കും മസിലിനുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ അതിനും നമ്മൾ സ്പ്ലിൻറ്റ് യൂസ് ചെയ്ത് അതിനെ പതിയെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവന്ന് തുറക്കാനായിട്ടുള്ള പാകത്തിന് ആക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഈ റോഡ് ആക്സിഡൻസും അല്ലാണ്ടും ഒക്കെ ആക്സിഡൻറ്റുകൾ, വീട്ടിലുണ്ടാകുന്ന ആക്സിഡൻറ്റുകളുണ്ടല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ, വീട്ടമ്മമാർ മിക്സി ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് കോമൺ ആയിട്ട് ഡോക്ടർ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? ഒരുപാട് ഇപ്പോൾ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കേസുകൾ ഈ നമുക്ക് സാധാരണ കാര്യങ്ങളിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അതിൽ ഇഞ്ചുറി വരുന്ന ഒരുപാട് കേസുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ മിക്സിയുടെ കേസ്, പിന്നെ ഈ ബൈക്ക് നമ്മൾ ലൂബ്രിക്കൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൽഫായിട്ട് അത് ചെയ്യുന്നത്, പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് അത് പോയി പിക്ക് ചെയ്യുന്നത്, എറിഞ്ഞിട്ട് അത് പൊട്ടാത്തത് വീണ്ടും പോയി അങ്ങനെ ബ്ലാസ്റ്റ് ഇഞ്ചുറി വരുന്നത്, അങ്ങനെ കുറച്ച് കോമൺ ആയിട്ടുള്ള നമ്മൾ ഇഞ്ചുറികൾ വരുന്നുണ്ട്. ഇപ്പോൾ മിക്സിയിൽ പറയുകയാണെങ്കിൽ അവർ വീട്ടമ്മമാർ ചിലപ്പോൾ എന്തെങ്കിലും അശ്രദ്ധ കാരണം അതിൻ്റെ മേളിൽ പിടിക്കും, ജാറിൻ്റെ ലിഡിൽ പിടിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ലൂസായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് വരുമ്പോൾ അത് തെറിച്ച് പോകും, പെട്ടെന്ന് കൈൻ്റെ മേളിലല്ലേ, അപ്പോൾ കൈ പെട്ടെന്ന് താഴോട്ട് പോകുമ്പോൾ അത് ഇഞ്ചേർഡ് ആവും, ചിലപ്പോൾ അത് ചെറുതായിട്ട് മുറിഞ്ഞു പോവും. അപ്പോൾ അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. അതൊക്കെ പിന്നെ ബാക്ക് ടു നോർമൽ ആവോ? റിവേഴ്സിബിൾ പ്രശ്നം? അത് ചിലപ്പോൾ ഈ ടിപ്പിലാണ് കൂടുതൽ ഇഞ്ചുറി വരുന്നത്. ഈ മിക്സി കേസിൽ മിക്കപ്പോഴും ഫിംഗറിന് ടിപ്പാണ് വരുന്നത്. 1-2 വിരലുകൾ വരെ അങ്ങനെ പോവാം അതിനകത്ത്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മളതൊരു ഹാൻഡ് സർജൻസിനെ അത് കാണിക്കണമായിരിക്കും ഇനിഷ്യലി നല്ലത്, അങ്ങനെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് അതിന് ചിലപ്പോൾ ഇനിഷ്യലി തരിതരിപ്പ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ വരാം, തൊടുമ്പോൾ പെട്ടെന്ന് വേദന, അതൊക്കെ ചിലപ്പോൾ സർജറി റിക്കവേർഡ് ആയിരിക്കും, ചിലപ്പോൾ സർജറി ചെറിയ മുറിവാണെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റിച്ചിലൂടെ അത് ഇതാക്കിയെടുക്കാം. പിന്നെ ഹാൻഡ് റീഹാബിലിറ്റേഷൻ വേണ്ടി വരും, ചിലപ്പോൾ സ്വെല്ലിങ് അത് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ അതൊക്കെ ഇനിഷ്യലി നമ്മൾ ആദ്യം ഒരു ഹാൻഡ് സർജൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് ഇനീഷ്യലി അങ്ങനെ മുറിഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണേണ്ടത് ഹാൻഡ് സർജൻസിനെയാണ്. അതിന് ശേഷം അവരോട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക ഹാൻഡ് റീഹാബിലിറ്റേഷനിലെ ആൾക്കാരെ കാണിക്കുക. എന്നിട്ട് അങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, ശരി. ഇപ്പം ഡോക്ടർ തരിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഐ സ്റ്റിൽ റിമെമ്പർ എ ഫ്രണ്ട് ഓഫ് മൈൻ ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തപ്പോൾ എങ്ങനെയാണിത് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഷീ ടോൾഡ് മീ, എൻ്റെ കയ്യിൽ, ഏത് കയ്യാന്ന് ഞാൻ ഓർക്കുന്നില്ല, ഈ കയ്യിൽ ഭയങ്കര തരിപ്പുണ്ടായിരുന്നു, കൈ ഭയങ്കരമായിട്ട് മരവിക്കുമായിരുന്നു എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ആക്ച്വലി ആസ് എ കോമൺ മാൻ എനിക്ക് ടെൻഷനായി പോയി. കാരണം ഈ കൈ മരവിപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണല്ലോ, അതൊരു പ്രശ്നമാണോ എന്ന്? അതൊരു പ്രശ്നമാണോ? അല്ല, കൈ തരിപ്പ് കോമൺ ആയിട്ട് തരിപ്പ് പ്രശ്നം വന്നിട്ടുള്ളത് ഈ കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറഞ്ഞിട്ടൊരു, അത് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇത് കൂടുതലും ഞാൻ കണ്ടേക്കുന്നത് എൻ്റെ പ്രാക്ടീസിൽ ഈ ലാപ്ടോപ്പിൽ ഒരുപാട് നേരം വർക്ക് ചെയ്യുന്നവർ,
ചില കേസുകളിൽ മൊബൈൽ കൂടുതൽ തമ്പ് റിസ്ക് യൂസ് ചെയ്യുന്നവർ ഐ മീൻ അല്ല ഇത് യൂസ് ചെയ്യാം, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലൈക്ക് ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, തമ്പൊന്ന് ലൈറ്റായിട്ട് സ്ട്രെച്ച് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മസിൽസിന് റെസ്റ്റ് കൊടുക്കണ്ടേ. ഇതൊരു മെഷീൻ അല്ല, നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ലാപ്ടോപ്പിൽ ഇപ്പോൾ ഒരു IT ഫീൽഡ് ആണെങ്കിൽ ഇവർ കയറി കഴിഞ്ഞാൽ എത്ര നേരം കഴിഞ്ഞാൽ തന്നെയാണല്ലോ. ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക, എന്നിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക, അതുപോലെ ഒന്ന് വാമപ്പ് ചെയ്യുക, അപ്പോൾ കൈ ഒന്ന് റിലാക്സ് ചെയ്യുക, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചൊന്ന് മസാജൊക്കെ ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്യുക. അതിനും വേണ്ട റെസ്റ്റ്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നെർവ് കംപ്രസ്ഡ് ആവും, അപ്പോൾ അങ്ങനെ വരാം. പിന്നെ ഈ ഷെഫുമാർ, ഞാൻ കുക്കിംഗ് ചെയ്യുന്നവർ, വീട്ടമ്മമാർ, കാരണം ഇവർ കണ്ടിന്യൂസ് ആയിട്ട് പാത്രം യൂസ് ചെയ്യുക, വെസൽസ് കഴുകുക, പാത്രത്തെ നമ്മൾ ഷേക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും ഈ റിസ്റ്റില്ലേ ഈ ഒരു പാർട്ട്, ഇതിൽ കുറേ നെർവ്സും അതേപോലെ ടെൻഡനും, മസിലിൻ്റെ ടെൻഡനും, അതേപോലെ എല്ലാം കൂടി വരുന്ന ഒരു ജംഗ്ഷനാണ് ഇവിടെ. കൂടുതൽ ഈ മീഡിയൻ നെർവിൻ്റെ ഇത് പ്രോബ്ലം കാരണമാണ് ഈ കാർപ്പൽ ടണലിൽ ഇത് വരുന്നത്. ഇനീഷ്യലി ചെറിയ തരിപ്പ് തുടങ്ങുകയാണെങ്കിൽ ഇനീഷ്യലി തന്നെ നമുക്ക് ചിലപ്പോൾ മുന്നേ സ്പ്ലിൻസും കുറച്ച് എക്സസൈസും ഒക്കെ ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. അത് അതിൻ്റെ അത് ഒരുപാട് അത് സ്റ്റേജ് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് സർജിക്കൽ റിക്വയർമെൻറ്റ് വേണ്ടി വരും. അപ്പോൾ ഇനീഷ്യലി തന്നെ നിങ്ങൾ വരുവാണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ ഹാൻഡ് സർജൻസ് അല്ലെങ്കിൽ ഹാൻഡ് തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് ഇനീഷ്യലി നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഡോക്ടറെ അടുത്ത് പോകേണ്ട പ്രശ്നമാണെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? വാട്ട് ഇസ് ദ സൈൻ? തരിപ്പ് ഒരു 2 ആഴ്ചയായിട്ടും 3 ആഴ്ചയായിട്ടും മാറുന്നില്ലെങ്കിൽ യു ഷുഡ് ഗോ. ഓക്കെ, അതായത് ഓൺ എ ഡെയിലി ബേസിസ് എന്ന് പറഞ്ഞ പോലെ കൈക്ക് തരിപ്പുണ്ടെങ്കിൽ അതാണോ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്? ഡെയിലി ബേസ് നമുക്ക് കൂടുതലും നമുക്ക് ആ തരിപ്പ് വരുന്നത് ഈ മീഡിയൻ നെർവ് ആണ് ഈ കാർപ്പൽ ടണലിൽ വരുന്നത്. അപ്പോൾ ബേസിക്കലി തള്ളവിരൽ, ചൂണ്ടുവിരൽ, ഈ മിഡിൽ ഫിംഗറിൻ്റെ പകുതി ഇതിൽ തരിപ്പ് കൂടുതൽ അനുഭവപ്പെടുക. പിന്നെ ചിലപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുമ്പോൾ അതിന് ഒരു ബലക്കുറവ്, പണ്ടത്തെ പോലെ ഒരു ബലക്കുറവ് ഫീൽ ചെയ്യും. നമ്മളൊരു ഗ്ലാസ് ഒരു വെയിറ്റ് ഉള്ള ഗ്ലാസ് എടുത്ത് നോക്കിയാൽ മതി, 2 കൈയിലും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക, ചെറിയൊരു ബലക്കുറവ് തോന്നും. അപ്പോൾ ഈ മീഡിയൻ നെർവ് കംപ്രസ് ആകുമ്പോൾ അത് ആ നെർവ് സപ്ലൈ ചെയ്യുന്ന കുറച്ച് മസിൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ഓക്കെ, അത് വീക്കാവും. അത് കുറച്ചും കൂടി ലേറ്റർ സ്റ്റേജിലാണ്. ഇനീഷ്യലി തരിപ്പ് മാത്രം നമുക്ക് അനുഭവപ്പെടുള്ളൂ, വീക്ക്നെസ് അത്ര ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീക്ക്നെസ് ആവാൻ നോക്കിയിരിക്കേണ്ട, അതിന് മുന്നേ ട്രീറ്റ് ചെയ്യുക. ഈ തരിപ്പ് കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ ഒരുപാട് കംപ്രസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സർജിക്കൽ റിക്വയർമെന്റിലേക്ക് ആണോ? അതിലൂടെ ക്ലിയർ ചെയ്യും. അത് അതിൽ ഏറ്റവും ബെസ്റ്റ് ഹാൻഡ് സർജൻസ് ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം, ഒരുപാട് തരിപ്പ് ഒരു ഗ്ലാസ് പോലും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഹാൻഡ് സർജൻസിനെയും കൂടിയും അവരെ മെഡിക്കൽ ഹെൽപ്പ് ടെസ്റ്റുകളും ഉണ്ട്. അതിന് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ഉണ്ട്, അപ്പോൾ അതിൽ മനസ്സിലാവാൻ പറ്റും. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ നമ്മുടെ ഈ നക്കിൾസ് ഒടിക്കുന്നത്, ഞൊട്ടൊടിക്കുന്നതെന്ന് പറയുന്നത്. അത് ചിലരെങ്കിലും ഒക്കെ പറയും അതൊക്കെ ചെയ്യുന്നത് കൊള്ളില്ല. ചിലർ എപ്പോഴും എന്ന് പറയണ പോലെ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻ വരുമ്പോൾ ചെയ്യും, അല്ലാണ്ട് ചിലർ വെറുതെ ഫണ്ടിന് ചെയ്യും, കയ്യിലും കാലിലും ഒക്കെ. അത് നമ്മൾ പോലും ഇതുവരെ ചെയ്യാത്ത സ്ഥലത്ത് ഇവിടെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇസ് ഇറ്റ് ഓക്കെ ടു ഡു ഇറ്റ്? ഇതിലെന്തെങ്കിലും നമ്മുടെ കൈയുടെ ഫങ്ഷണൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും? അതിനകത്ത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇത് ബേസിക്കലി അത് ജോയിന്റിന്റെ ഉള്ളിലൊരു സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഉള്ള ആ ഫ്ലൂയിഡിന്റെ ഇടയ്ക്ക് കുറച്ച് ബബിൾസ് ഉണ്ടാവും. അത് ബേസ്റ്റ് ആവുന്നതിൻ്റെ ഒരു സൗണ്ടാണ് നമ്മൾ ഈ പ്രസ് ചെയ്യുമ്പോൾ ഒക്കെ ഉള്ളത് കേൾക്കുന്നത്. അത് റീസെന്റ് സ്റ്റഡീസൊക്കെ നമുക്ക് നോക്കുമ്പോൾ അതെല്ലാം ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നുമായിട്ട് കണ്ടിട്ടില്ല. ബട്ട് കുറച്ച് കെയർഫുൾ ആവേണ്ട സിറ്റുവേഷൻസിൽ നമ്മൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ച് പെട്ടെന്ന് ധൃതിയിൽ നല്ലപോലെ ക്രാക്ക് ചെയ്യുക, നല്ലപോലെ പ്രസ് ചെയ്ത് ക്രാക്ക് ചെയ്യുക. അപ്പോൾ അത് ചിലപ്പോൾ ലിഗമെൻറ്റിന് സ്ട്രെയിൻ ഉണ്ടാക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞെട്ടൊക്കെ ഓടിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് കെയർഫുള്ളായിട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്തവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും കെയർഫുൾ ചെയ്യണം, അല്ലെങ്കിൽ ആളുടെ അടുത്തുനിന്ന് ഇടി കിട്ടും. അതെന്താ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? സ്വന്തം എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട്. അപ്പോൾ ഞെട്ടോടിക്ക് ചിലവർക്ക് അത് ഭയങ്കര അനോയിങ്ങാണ്. അപ്പോൾ അത് അൺലെസ് പിന്നെ ഒരു കാര്യം നോക്കുക, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്വെല്ലിങ്, പെയിന് ഇങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അപ്പോൾ ഒന്ന് ഒരു മെഡിക്കൽ പ്രൊഫഷണലിനെ സീക്ക് ചെയ്യുക. അത് വരാത്ത കാലം നിങ്ങൾക്ക് അത് സേഫാണ് എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വരില്ല, കാരണം വേറെ എന്തെങ്കിലും കണ്ടീഷൻ കൊണ്ട് അങ്ങനെ വന്നിരിക്കാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫോഴ്സ്ഫുള്ളി ഭയങ്കരമായിട്ട് പ്രസ് ചെയ്താൽ ലിഗമെന്റ് സ്ട്രെയിനും കൊണ്ടും വന്നിരിക്കാം. ഈ ഡോക്ടറെ അടുത്ത് ഇപ്പം ഈ പ്രശ്നങ്ങൾ വരുമ്പോഴേ അതിൽ ചില സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലെ പ്രശ്നങ്ങൾ, ആക്സിഡൻസുമായിട്ട് ആൾക്കാർ വരുമല്ലോ, ഇപ്പം കൈക്കും ഒക്കെ. അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ? സൈക്കിള് അതിൻ്റെ ചെയിൻ ക്ലീൻ ചെയ്യുമ്പോൾ, അതേപോലെ
ബൈക്കിൻ്റെ ഒക്കെ ഇത് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഈവൻ സൈക്കിള് ചെയ്യുമ്പോഴായാലും അത് ഒരുപാട് ഇഞ്ചുറീസ് വരാറുണ്ട്. കാരണം അത് ഫിംഗർ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട്. അതുപോലെ ബൈക്സ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈക്ക് ഓഫ് ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ന്യൂട്രൽ ഇട്ടിട്ട് വേണം അത് റൊട്ടേറ്റ് ചെയ്തിട്ട്. യൂഷ്വലി ബൈക്ക് ഓൺ ചെയ്തിട്ടാണ് അത് ചെയ്യുക. അതെ അതെ. അപ്പോൾ ബൈക്ക് ഓൺ ചെയ്തിട്ട് ചെയ്യാണ്ട് അത് ഓഫ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അടുത്തുള്ള ഏതെങ്കിലും അടുത്തുള്ള ഷോപ്സ് ഉണ്ടെങ്കിൽ ബെറ്റർ അവിടെ 150 രൂപയ്ക്ക് കൊടുത്തിട്ട് അത് ചെയ്യാൻ നോക്കാം. ഇത് ഭയങ്കര കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നമാണോ? ഇത് കേസുകൾ വരാറുണ്ട് ഇടയ്ക്ക്. കൂടുതൽ ഈ കോളേജിലൊക്കെ പഠിക്കണ അല്ലെങ്കിൽ +2 കോളേജിൽ പഠിക്കണ ഇവരാണ് കൂടുതൽ ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ ഇവർക്ക് സ്വന്തം ആ ഒരു ഇത് അവർ സ്വന്തമായിട്ട് അത് ചെയ്യാൻ നോക്കും. പക്ഷേ പിന്നീട് ഒരുപാട് എൻ്റെ സുഹൃത്തിന് ഇതേപോലെ ഒരു ദിവസം പറ്റിയിട്ട് ആള് ബൈക്കിൻ്റെ കേസിലാണ് പറ്റിയത്. ആള് ചെയിൻ ഇത് ചെയ്തപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇഞ്ചുറി ആയി. അപ്പോൾ ആളുടെ ഫിംഗർ ടിപ്പ് കുറച്ച് പോയി. അപ്പോൾ ഞാൻ പറയണ്ടേ, ഒരു 150 റുപ്പീസ് കൊടുത്താൽ അവർക്ക് വെളിയിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ വണ്ടി ഓഫ് ചെയ്തിട്ട് ചെയ്യണം. പിന്നെ ആള് പിന്നെ അതിനുശേഷം പിന്നെ ചെയ്തിട്ടില്ല, തൊട്ടിട്ടേ ഇല്ല, ക്ലീനേ ചെയ്തിട്ടില്ല. ബൈക്ക് കൊണ്ടേ സർവീസ് സെന്ററിൽ കൊടുക്കുന്ന പ്രശ്നം മാത്രമേ. അപ്പോൾ റിസ്ക് എടുക്കണ്ട, ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ് എന്നല്ലേ. ഒരു സിനിമ കാണുന്ന പൈസ മതി ഇത് ചെയ്യാനായിട്ട്. ഓക്കെ. ഇപ്പൊ റീഹാബ് സോൺ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പോൾ ഏകദേശം ഒരു 3-3.5 വർഷമായി ഇപ്പോൾ തുടങ്ങി. 3-3.5 വർഷം. ഇതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ ഈ പറഞ്ഞ മാതിരി കേരളത്തിലെ ആദ്യത്തെ ഹാൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ അല്ലേ, ഡോക്ടർ ഓർത്തിരിക്കുന്ന ഭയങ്കര ഈ ടച്ച് ചെയ്ത എല്ലാ എക്സ്പീരിയൻസും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ചോദിച്ചാൽ, ഒരു എക്സ്പീരിയൻസ് ചോദിച്ചാൽ, ചിലത് കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ണ് നിറഞ്ഞു പോകാന്നൊക്കെ പറയില്ലേ സന്തോഷം കൊണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പേഷ്യൻ്റെ സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് സ്റ്റോറി ഉണ്ട്. പക്ഷേ അതിനകത്ത് ഒരെണ്ണം സ്ട്രൈക്ക് ചെയ്തത്, എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യ വർഷത്തിൽ എനിക്കൊരു ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടിക്ക് ഹാൻഡ് ഇഞ്ചുറി വന്നത് ഒരു പടക്കം ആൾ എടുക്കാൻ പോയതാണ്. ഒരു ചർച്ച് ഫെസ്റ്റിവലായിരുന്നു. അതിനുശേഷം ആള് 11 വയസ്സ്. ഓക്കെ. അപ്പോൾ ആൾ ആ പടക്കം എടുക്കാൻ പോയപ്പോൾ ഇച്ചിരി വലിയ ഇതായിരുന്നു. അത് കയ്യിലിരുന്ന് പൊട്ടിപ്പോയി. ആൾക്കാകെ എനിക്ക് തോന്നുന്നു ഒരു ഫിംഗർ, 2 ഫിംഗറേ കയ്യിലുള്ളൂ, ബാക്കി എല്ലാ ഫിംഗറും പോയി. ആ കേസ് ആദ്യമായിട്ട് വന്നപ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. ആകെ 2 ഫിംഗറുള്ളൂ. അതിൻ്റെ മൂവ്മെൻറ്റ്സ് വർക്കൗട്ടാക്കി എടുത്താലും ആൾക്ക് ഫങ്ഷനിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആളെ എൻ്റെ അടുത്ത് ആദ്യം ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് ഭക്ഷണം കഴിക്കണം എന്നുണ്ട്. എൻ്റെ റൈറ്റ് ഹാൻഡാണ്. കാരണം എനിക്ക് റൈറ്റ് ഹാൻഡ് കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കണം എന്നുണ്ട്. കാരണം ഇടത്തെ കൈ കൊണ്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലത്തെ കൈ കൊണ്ട് വെള്ളം എടുക്കാൻ പറ്റില്ല. കാരണം കഴിച്ച കൈ കൊണ്ട് ആരെങ്കിലും ഗ്ലാസ് പിടിക്കുമോ? ഇല്ല. അപ്പോൾ അതെനിക്ക് ഒത്തിരി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഒരു ഡിവൈസ് ഉണ്ടാക്കി കൊടുത്തു. ആ ഡിവൈസിൽ സ്പൂൺ അറ്റാച്ച് ചെയ്യാനും പറ്റും, ഡിറ്റാച്ച് ചെയ്യാനും പറ്റും, എടുക്കാനും. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ സ്പൂണ് നമുക്ക് കഴുകി ആ ഡിവൈസിലേക്ക് കയറ്റി വയ്ക്കാൻ പറ്റും. എന്നിട്ട് ഈ ഡിവൈസിൻ്റെ ഹെൽപ്പോട് കൂടെ ആൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചു, അപ്പോൾ മോനെ എന്താ കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ആ ഡിവൈസിൻ്റെ ഹെൽപ്പോട് അന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ആൾ ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് ഒരു വീഡിയോ അയച്ച ഓർമ്മ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര സാറ്റിസ്ഫൈഡ്. കാരണം ആൾക്ക് അല്ലെങ്കിൽ അത് ആ കൈ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആളുടെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹാൻഡ് റീഹാബിലിറ്റേഷൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം ആൾക്ക് ഈവൻ ദോ കുറേ എബിലിറ്റീസ് ഇല്ലെങ്കിൽ പോലും ഉള്ള എബിലിറ്റി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത്, ഈവൻ ദോ നമ്മൾ ഒരു ഡിവൈസ് കൊടുത്തിട്ടാണെങ്കിൽ പോലും നമുക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആക്കാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഈ ഒരു കുട്ടിയുടെ ഒരു എക്സ്പീരിയൻസ്. ആൻഡ് അവർ ഒത്തിരി ഹാപ്പി ആയിരുന്നു. അപ്പോൾ ദാറ്റ് കീപ്സ് പുഷിങ് മീ ഈ ഒരു ഫീൽഡിൽ ഒത്തിരി ചെയ്യണം എന്നുള്ളത്. ഈസ് ദാറ്റ് ഒരു ലൈഫ് ടൈം എക്യുപ്മെന്റ് ആയിരിക്കുമോ കുട്ടിയുടെ ഇതിൽ? ആൾക്ക് അതോ അത് ഇടയ്ക്ക് മാറ്റേണ്ടി വരുമോ? ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, 2 ഇപ്പോൾ എക്സിസ്റ്റിംഗ് എബിലിറ്റി നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ ആൾക്ക് അതില്ലാണ്ട് ആൾക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 2 ഫിംഗേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മൾ പയ്യ ഡിവൈസ് മാറ്റിയിട്ട് ആ 2 വിരലും കൊണ്ട് ആൾക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ അത്രയും കാലം വരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ, അത്രയും കാലത്തേക്ക് ഫങ്ഷണൽ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഡിവൈസിൽ കൊടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ അത് മാത്രമല്ല, ഈ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ ആ എൻ്റയർ ഹാൻഡ് യൂസ് ആവുകയാണ്. അതിങ്ങനെ ഇമ്മൊബിലൈസ്ഡ് ആയിട്ട് ഇരിക്കുകയല്ല. ഇല്ല. അപ്പൊ ഭാവിയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഇല്ലാണ്ടാവും. അതെ. അപ്പോൾ എൽബോയുടെ സ്റ്റിഫ്നെസ് ഉണ്ടാവില്ല, ഷോൾഡറിൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ നമ്മുടെ കയ്യിൽ 5 വിരലില്ലാന്ന് ഓർത്തോ,
നമ്മൾ കബോർഡിൽ എന്തെങ്കിലും സാധനം എടുക്കാൻ നോക്കൂ? ഇല്ല. എങ്ങനെ എടുക്കുക? ഇല്ല. അല്ലെങ്കിൽ മേളിൽ നിന്ന് ഒരു ചെറിയൊരു കാര്യം ഇങ്ങനെ എടുക്കണം, ഒരു ടിന്ന്, ചെറിയ ടിന്ന് എടുക്കണം, അതിൽ നമുക്കൊരു ഫോൺ എടുക്കണം. അപ്പോൾ ആ കൈ യൂസ് ചെയ്യുമോ? അപ്പോൾ എടുക്കാൻ പറ്റാതെ വരുമ്പോൾ എൻ്റെ ഹാൻഡ് യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മൾ മസിൽ വേസ്റ്റിങ് വരും, മസിലെല്ലാം അതിൻ്റെ മസിൽ മാസ് കുറയും. അപ്പോൾ മൊത്തത്തിൽ ആ ഹാൻഡ് കുറച്ച് ഇതായി പോകും, വീക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡ് മാക്സിമം നമ്മൾ ഇഞ്ചുറി ഒരു ഭാഗത്ത് വന്നു മറ്റുള്ള പാർട്ടും കൂടി നമ്മൾ കൺസിഡർ ചെയ്യാൻ എപ്പോഴും നോക്കണം. അത് ഞാനിതൊരു ജനറലായിട്ടും കൂടിയാണ് പറയുന്നത്. ഏതൊരു ഇഞ്ചുറി വന്നാലും ഓർത്തോപെഡിക് എസ്പെഷ്യലി അവർക്ക് പറ്റിയ ജോയിൻറ്റ്സ് മാത്രം നോക്കണ്ട, അതിന് ചുറ്റിനുമുള്ള എല്ലാ ജോയിൻറ്റ്സും കൂടിയും അത് പ്രോപ്പറാണോ, ആ ജോയിൻ്റ് എല്ലാം പ്രോപ്പറായിട്ട് മടങ്ങുന്നുണ്ടോ, നിവരുന്നുണ്ടോ, മസിൽ വീക്കാണോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യണം. അതെ. ഓക്കെ, ഫൈനലി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ഈ ജന്മന കൈയിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടില്ല അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, കൈയിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാവാത്ത, അതായത് ഈ റിസ്റ്റിൻ്റെ ഈ പോർഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് ഹാൻഡ് തെറാപ്പി യൂസ് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എക്യുപ്മെന്റ്സ്, കസ്റ്റമൈസ്ഡ് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? പറ്റും. ഇസ് ഇറ്റ് പോസിബിൾ? യാ, അത് ഞാൻ പറഞ്ഞു ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത, നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ മെറ്റീരിയലാണ് നമ്മൾ ഈ സ്പ്ലിൻസ് അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഡിവൈസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ 2 ടൈപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ, അതൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ്. അപ്പോൾ അത് നമ്മുടെ കൈയുടെ ഷേപ്പ് അനുസരിച്ച് അത് മാറും, അത് ഷേപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ലോക്കലി ഉള്ള ഒരു ഇന്ത്യയിൽ കിട്ടുന്ന കുറച്ച് മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്പ്ലിൻസും അഡാപ്റ്റീവ് ഡിവൈസും എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഹാൻഡ് നമ്മളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്താൽ നമുക്കതിനകത്ത്, കാരണം ഫിംഗേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫങ്ഷണലി നമുക്കത് വേറെ ഫിംഗേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആൾക്ക് എന്താണോ വേണ്ടത്, ആൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഏത് ഭാഗമാണോ ആ കയ്യിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ആ ഭാഗം യൂസ് ചെയ്തിട്ട് അതിൽ വേണ്ട ഒരു ഡിവൈസ് കൊടുത്തിട്ട്, അപ്പോൾ ആൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനനുസരിച്ച് ഒരു ഡിവൈസ് കൊടുക്കും. ആൾക്ക് എഴുതണമെങ്കിൽ ഈവൻ എഴുതാനുള്ള ഡിവൈസ് നമ്മൾ കൊടുക്കും. ഈവൻ ദോ ഫിംഗേഴ്സ് ഇല്ലേ പോലും ഈ ഫോറം വെച്ച് എഴുതാൻ പറ്റും നമുക്ക്. പക്ഷേ അത് നമ്മൾ ഫൈനായിട്ട് എഴുതുമ്പോൾ അത്രയും ഇതായിട്ടായിരിക്കില്ല, ബട്ട് സ്റ്റിൽ അവർക്ക് എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ഫൈനലി ലെറ്റ്സ് വൈൻഡ് അപ്പ്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോഡി പാർട്ടും കൂടിയാണ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഡെയിലി നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ വൈകുന്നേരം പോകുന്നവരെ നമ്മൾ മിക്ക കാര്യങ്ങളും നമ്മുടെ കൈകൾ എത്താത്ത മേഖലയില്ല അല്ലേ, നമ്മൾ എന്ത് പിക്കുകയാണെങ്കിലും. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് ഇഞ്ചുറി വരാതിരിക്കാൻ കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈക്കിൻ്റെ നമ്മളത് ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കുക. മിക്സി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിച്ചണിൽ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇനി എന്തെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിൻ്റേതായ സ്പെഷ്യാലിറ്റി ഉള്ള ഡോക്ടേഴ്സിനെ കാണുക. സർജനെ ആണെങ്കിലും തെറപ്പിസ്റ്റിനെ ആണെങ്കിലും അവരെ പ്രോപ്പറായിട്ട് കാണുക, അതിൻ്റെ ഹെൽപ്പ് എടുക്കുക, മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക. തന്നെ ശരിയായിക്കോളൂ എന്ന് വെച്ചിട്ട് വെച്ചോണ്ടിരിക്കാതിരിക്കുക. കാരണം വെച്ചോണ്ടിരിക്കും തോറും ആയിരിക്കും അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. സോ എത്രയും നേരത്തെ തന്നെ ഒരു പ്രൊഫഷണലിനെ കാണാൻ ശ്രമിക്കാം. Okay, അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു.